ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മിഠായിയുടെ റെസിപ്പിയാണ്. കടല മിഠായിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. കപ്പലണ്ടി മിഠായി എന്നും കടല മിഠായിയും എന്നൊക്കെ പല സ്ഥലങ്ങളിലും പല പേരുകളിലും അറിയപ്പെടുന്ന ഈ മിഠായി ഉണ്ടാക്കാൻ നമുക്ക് മെയിനായി വേണ്ടത് നിലക്കടലയാണ്. ഞാനിവിടെ 250 ഗ്രാം കടലയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇത് വറുത്ത കടലയാണെങ്കിൽ കൂടി ഒന്ന് നമ്മൾ റോസ്റ്റാക്കി എടുക്കുന്നത് നന്നായിരിക്കും. ഇതുപോലെ റോസ്റ്റ് ചെയ്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന പരുവമായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഇതിലെ ഈ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അധികം പൊടിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് കടലയിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുത്തിട്ട് വരാം. ഈ സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കടലയൊന്ന് പൊടിച്ചെടുത്തിട്ടും വരാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായി ഉരുകി നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കടല ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയുടെ കളർ ഇതിലും കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് കയ്പ്പ് രസം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി എല്ലാം കൂടെ നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പ്ലേറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഒരു പ്ലേറ്റിൻ്റെ പിൻവശത്തിലാണ് ഞാനിത് സെറ്റ് ചെയ്തത്. അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തൂവിയതിന് ശേഷം വേണം നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇത് പെട്ടെന്ന് കട്ടയായി പോകും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂണിൽ അല്പം നെയ്യാക്കിയതിന് ശേഷം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇനി ഇത് നമുക്ക് ഈ ചൂടോടുകൂടെ തന്നെ ഇത് നമുക്ക് വേണ്ട സൈസിലാക്കി കട്ട് ചെയ്തെടുക്കാം. കത്തിയിൽ അല്പം നെയ്യോ ഓയിലൊക്കെ പുരട്ടിയതിന് ശേഷം വേണം കേട്ടോ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ കത്തിയിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാനായി ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ പീസാക്കി നമുക്ക് വേണ്ട പോലെ ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാം. ഇപ്പോൾ ചൂടാറി നല്ല ബലം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മിഠായിയുടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മിഠായിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വിഭവം തന്നെയായിരിക്കും ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.